അൻസിബയുടെ പരാതിയിൽ നടി ലക്ഷ്മിപ്രിയ, ഭർത്താവ് ജയേഷ്, തൃപ്പൂണിത്തുറ SI രേഷ്മ എന്നിവർക്കെതിരെ കേസെടുക്കാൻ കോടതി നിർദ്ദേശം. തൃപ്പൂണിത്തുറ മജിസ്ട്രേറ്റ് കോടതിയാണ് കേസെടുക്കാൻ നിർദ്ദേശം നൽകിയത്. അൻസിബ നൽകിയ പരാതിയിൽ കഴമ്പില്ലെന്ന് പറഞ്ഞായിരുന്നു പോലീസ് കേസെടുക്കാതിരുന്നത്. അതേസമയം മലയാള സിനിമയിലെ സ്വാധീനമുള്ള ഒരു പവർ ഗ്രൂപ്പിനെതിരെയാണ് തന്റെ പോരാട്ടമെന്ന് ശ്വേതാ മേനോന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. ചില കുറ്റാരോപിതർ സാമ്പത്തിക തിരിമറി നടത്തിയതായും ശ്വേതയുടെ ആരോപണം. വിവരങ്ങളുമായി സഹിൻ ആന്റണിയാണ് ചേരുന്നത്. സഹിൻ, എന്തായാലും അമ്മയിലെ പോരാട്ടം മറ്റൊരു തലത്തിലേക്ക് കടന്നിരിക്കുന്നു. പ്രത്യേകിച്ചും കോടതി ഇത്തരത്തിൽ കേസെടുക്കാൻ നിർദ്ദേശിച്ച ഒരു സാഹചര്യത്തിൽ ആദ്യം നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തിയെങ്കിലും കേസെടുത്തില്ലായിരുന്നു. എന്നാൽ കോടതിയുടെ നിർദ്ദേശം ഇനി എങ്ങനെയാകും പോലീസ് അംഗീകരിക്കുക, സ്വീകരിക്കുക? അതുപോലെ തന്നെ ശ്വേതാ മേനോൻ കൂടുതൽ ആളുകൾക്കെതിരെയൊക്കെ ആരോപണം ഉന്നയിച്ചും രംഗത്ത് വരുന്നുണ്ടല്ലോ. സ്വാതി, താരസംഘടനയായ അമ്മയിലെ തർക്കം അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. ദിനംപ്രതി അത് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും അൻസിബയുടെ പരാതി തന്നെ നമുക്ക് ആദ്യമൊന്ന് പരിശോധിക്കാം. അൻസിബ നടി ലക്ഷ്മിപ്രിയയ്ക്കും ഒപ്പം തന്നെ തൃപ്പൂണിത്തുറ SI ആയിരുന്ന രേഷ്മയ്ക്കും എതിരെ നൽകിയ പരാതിയിൽ കോടതി ഇപ്പോൾ കേസെടുക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. തൃപ്പൂണിത്തുറ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഇത് സംബന്ധിച്ച് കേസെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ലക്ഷ്മിപ്രിയയുടെ വ്യാജ പരാതിയിൽ തന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി SI രേഷ്മയും ലക്ഷ്മിപ്രിയയും എല്ലാം ചേർന്ന് തന്നെ മാനസികമായി ഹരാസ് ചെയ്തു എന്നുള്ളതായിരുന്നു അൻസിബയുടെ പരാതിയായിട്ടുണ്ടായിരുന്നത്. ഈ പരാതി പിന്നീട് DGPക്കും മുഖ്യമന്ത്രിക്കും എല്ലാം നൽകിയിരുന്നെങ്കിലും പോലീസ് ആ പരാതി പരിശോധിച്ച് അതിൽ കഴമ്പില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയായിരുന്നു. തുടർന്നായിരുന്നു അൻസിബ കോടതിയെ സമീപിച്ചത്. കോടതി നിർദ്ദേശപ്രകാരം ഇപ്പോൾ ലക്ഷ്മിപ്രിയയ്ക്കും ഒപ്പം തന്നെ SI രേഷ്മ, ലക്ഷ്മിപ്രിയയുടെ ഭർത്താവ് ജയേഷ് എന്നീ 3 പേർക്കുമെതിരെ കേസെടുക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇതിനിടയിൽ തന്നെയാണ് ഇന്ന് നടി ശ്വേതാ മേനോന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ സിനിമയിലെ ഒരു പവർ ഗ്രൂപ്പിനെ കുറിച്ചാണ് ശ്വേതാ മേനോൻ സംസാരിക്കുന്നത്. അവർ പറയുന്നത് ഒരു സാധാരണ നടി എന്നുള്ള നിലയിൽ ഒരു സ്ത്രീക്ക് പിടിച്ചു നിൽക്കുന്നതിൽ ഒരു പരിധിയുണ്ട്. അതിനപ്പുറം തന്നെ കയ്യേറ്റ ശ്രമം വരെ നടന്നപ്പോഴാണ് താൻ അവിടെ നിന്നും ഇറങ്ങിപ്പോരേണ്ടി വന്നത്. മാത്രമല്ല, മുൻ കമ്മിറ്റിയിൽ ചില അഴിമതികൾ നടന്നിരുന്നു. താരസംഘടനയിലെ അംഗങ്ങൾക്ക് വേണ്ടിയുള്ള പണം, ആ പണം വഴിവിട്ട് ചെലവഴിച്ചത് തൻ്റെ ആ കണക്ക് താൻ കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്ന് ഇത് ചോദ്യം ചെയ്തപ്പോഴാണ് തനിക്കെതിരെയുള്ള ആക്രമണം ആരംഭിച്ചത്. എന്തായാലും താൻ പിരിഞ്ഞു പോകാൻ തയ്യാറല്ല, താൻ തുടർന്നും അവിടെ തന്നെ ഉണ്ടാകും, അധികാര ശ്രേണിയിൽ താൻ ഉണ്ടാകും, അമ്മ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ തന്നെയാണ് താൻ ഇപ്പോഴും ഉള്ളത് എന്ന് ശ്വേതാ മേനോൻ ആവർത്തിക്കുകയാണ്. മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ താരസംഘടനയിൽ ഓഫീസിലേക്ക് അടുത്ത ദിവസം താൻ എത്തുമെന്നുള്ള ഒരു സൂചനയും ശ്വേതാ മേനോൻ നൽകുന്നുണ്ട്. ശരി സഹിൻ, എന്തായാലും ശ്വേതാ മേനോൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളത്